ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്, അതേപോലെ കോയാക്സിയൽ ഇൻപുട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ അനലോഗ് ഇൻപുട്ടും വരുന്നുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മ്യൂസിക് മോഡലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മറാൻസിൻ്റെ ഒരു ആമ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം. മറാൻസിൻ്റെ ഒരു ലെജൻഡറി ഒരു ആമ്പാണ്. അതായത് PM75 എന്നൊരു മോഡലാണ്. അതായത് 1989 ഇറങ്ങിയ ഒരു മോഡലാണ്. അപ്പോൾ ഇതിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. 100 വാട്ട്സാണ്, 100 വാട്ട്സ് പെർ ചാനൽ വരുന്നൊരു ആമ്പാണ്. അതേമാതിരി ഡാക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള റാമ്പാണ്. നമുക്കൊരു എന്താ പറയുക, അത്രയും ഒരു പെർഫോമൻസ് തരുന്ന റാമ്പ്, നല്ല ടോണുമാണ് കേൾക്കാനായിട്ടോ. മറാൻസിൻ്റെ മോസ്പെറ്റ് പവേർഡ് ആംപ്ലിഫയർ ആണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക്കിനോട് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വെള്ളറടയിലാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. കാണാം, നല്ലൊരു ക്വാളിറ്റി ലെജൻഡറി റാമ്പ് എന്ന് പറയും കേട്ടോ. കാരണം അമ്മാതിരി ക്വാളിറ്റിയുള്ള നല്ലൊരു ആംപ്ലിഫയറാണ് മറാൻസിൻ്റെ. ഇവിടെ മറാൻസിൻ്റെ മോഡൽ നമ്പർ കാണാം. ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ PM75. അപ്പോൾ ഇത് ഇൻബിൽറ്റ് ഡാക്ക് സപ്പോർട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയാം, വരുമ്പോൾ നമ്മളൊരു അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞൊരു DVD പ്ലെയർ, CD പ്ലെയർ കൊടുത്താലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ പാട്ട് കേൾക്കാൻ പറ്റുന്നൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ വോളിയം കൺട്രോൾ നമുക്ക് നോക്കിയാലും റോട്ടറി കൺട്രോളാണ് വരുന്നത്. പിന്നെ നമുക്കൊരു പവർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സ് കൺട്രോൾസ്, നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 എക്സിൻ്റെ, അതായത് ഇൻപുട്ട് സെലക്ഷൻ വരുന്നുണ്ട്. പിന്നെ മ്യൂട്ടിങ്, പിന്നെ ഇവിടെ നമുക്ക് പുഷ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫങ്ഷൻസും കൂടി വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ബാസ്, ട്രബിള്, ബാലൻസ്, ലൗഡ്നെസ് മുതലായ കൺട്രോൾസൊക്കെ നമുക്ക് ഇതിനകത്താണ് വരുന്നത്. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് 100 വാട്ട്സ് വരുന്നൊരു ആമ്പാണ്. 8 ohmസിൽ നമുക്ക് 100 വാട്ട്സ് കിട്ടും. 4 to 16 ohms വരെ നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. സ്പീക്കേഴ്സ് നമുക്ക് 4 മുതൽ 16 ohms നമുക്ക് സ്പീക്കറും കണക്ട് ചെയ്യാം. അപ്പം 8 ohmസിൽ 100 വാട്ട്സ് ആകുമ്പോൾ 4 ohmസിൽ കുറച്ചുകൂടി വാട്ട്സ് കൂടും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട്. നമുക്കതിൻ്റെ ഒറിജിനൽ റിമോട്ട് തന്നെയാണ്. ഇതിനും അതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്, അതേപോലെ കോയാക്സിയൽ ഇൻപുട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ അനലോഗ് ഇൻപുട്ടും വരുന്നുണ്ട്. പിന്നെ ഒരു റിമോട്ട് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിമോട്ട് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സെക്ഷൻ വരുന്നത് 4 തെർമലിലെ സ്പീക്കർ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് തന്നെ മെയ്ഡ് ഇൻ ജപ്പാനാണ് ആംപ്ലിഫയർ. ഇവിടെ മോഡൽ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് സെലക്ടർ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ലെജൻഡറി ആമ്പ് എന്ന് പറയും. കാരണം അത്യാവശ്യം ഒരു ഡാക്ക് ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ CD പ്ലെയറിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ പാട്ട് കേൾക്കാൻ സാധിക്കും. നല്ല രസമാണ് ഇതിൽ പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഒപ്റ്റിക്കലിന് വരുന്നുണ്ട്, കോയാക്സിലിന് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക്കിനോട് കോൺടാക്റ്റ്, അതിൻ്റെ വില കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.